ബ്രഹ്മജ്ഞാനാവലിമാല. ശ്രീ ശങ്കര ഭഗവത്പാദർ രചിച്ച ബ്രഹ്മജ്ഞാനാവലിമാല എന്ന കൃതിക്ക് പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാർ എഴുതിയ വ്യാഖ്യാനത്തിൻ്റെ ഓഡിയോ ബുക്ക് നമുക്ക് തുടർന്ന് കേൾക്കാം. 16-ാം ശ്ലോകം. അവിദ്യ ആരോപിതങ്ങളായ ജഡഭ്രമങ്ങളാണ് ബോധസത്യത്തിൽ ശോകമോഹാദി സകല കളങ്കങ്ങളും ഉണ്ടെന്ന് തോന്നിക്കുന്നത്. ശുദ്ധരൂപത്തിൽ ബോധം അതിനൊക്കെ അതീതമാണ്. താപത്രയ വിനിർമുക്തോ ദേഹത്രയ വിലക്ഷണഃ അവസ്ഥാത്രയ സാക്ഷ്യസ്മി ചാഹമേവാഹമവ്യയഃ. താപത്രയ വിനിർമുക്തഃ. ഞാൻ ആധ്യാത്മികം, ആധിഭൗതികം, ആധിദൈവികം എന്നീ 3 വിധ ദുഃഖങ്ങൾക്കും അതീതനാണ്. ദേഹത്രയ വിലക്ഷണഃ. സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്നീ 3 ദേഹങ്ങൾക്കും അതീതനാണ്. അവസ്ഥാത്രയ സാക്ഷി അസ്മി. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്നീ 3 അവസ്ഥകൾക്കും സാക്ഷിമാത്രനാണ്. അഹമേവ അഹം. ഞാൻ എന്നും ഞാൻ തന്നെ. അഹം അവ്യയഃ. ഞാൻ ഒരഴിവുമില്ലാത്തവനാണ്. ഞാൻ ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം എന്നീ 3 വിധ ദുഃഖങ്ങൾക്കും അതീതനാണ്. സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്നീ 3 ദേഹങ്ങൾക്കും അതീതനാണ്. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്നീ 3 അവസ്ഥകൾക്കും സാക്ഷിമാത്രനാണ്. ഞാൻ എന്നും ഞാൻ തന്നെ. ഞാൻ ഒരഴിവുമില്ലാത്തവനാണ്. അഹം അവ്യയഃ. ഞാൻ ഒരഴിവുമില്ലാത്തവനാണ്. ഞാൻ എന്നും ഞാൻ തന്നെ. എങ്ങനെ അറിയാം? അവസ്ഥാത്രയത്തിന് സാക്ഷിമാത്രനായി സ്ഥിതി ചെയ്യുന്നത് കൊണ്ടറിയാം. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്നിവയാണല്ലോ അനുഭവങ്ങൾ ഉളവാക്കുന്ന 3 അവസ്ഥകൾ. ബോധരൂപനായ ഞാൻ ഇവയെ സാക്ഷിമാത്രനായി നിന്ന് പ്രകാശിപ്പിക്കുന്നതേയുള്ളൂ. ഞാൻ എന്നും ഞാൻ തന്നെ. അവസ്ഥകൾ എന്നിൽ ഒരു മാറ്റവും ഉളവാക്കുന്നില്ല. എങ്ങനെ അറിയാം? അവസ്ഥകൾ മാറി വരുന്നു, ഞാൻ മാറുന്നില്ല. അങ്ങനെ അറിയാം. ഉണർന്നിരിക്കുന്ന ജാഗ്രത അവസ്ഥയിലെ എല്ലാ അനുഭവങ്ങളും സ്വപ്നത്തിൽ മാറി വരുന്നു. സ്വപ്നത്തിലെയോ ജാഗ്രത്തിലെയോ ഒരനുഭവവും സുഷുപ്തി എന്ന ഗാഠനിദ്രയിൽ കാണുവാനില്ല. ചുരുക്കത്തിൽ ജാഗ്രത്, സ്വപ്ന, സുഷുപ്തികളിൽ ഒന്നിലും മറ്റൊന്നിൻ്റെ അനുഭവം ശേഷിക്കുന്നില്ല. എന്നാൽ 3 അനുഭവങ്ങളും അനുഭവിച്ചത് ഞാൻ തന്നെയാണെന്നാണല്ലോ എല്ലാവരുടെയും അനുഭവം. അതുകൊണ്ട് എനിക്കൊരു മാറ്റവുമില്ല. ഞാൻ എന്നും ഞാൻ തന്നെ. അവസ്ഥാത്രയത്തിൽ മാറാതെ നിൽക്കുന്നതുകൊണ്ട് ഞാൻ സാക്ഷിമാത്രനാണ്. ഇക്കാരണത്താൽ തന്നെ ഞാൻ ദേഹത്രയ വിലക്ഷണനുമാണ്. സ്ഥൂലദേഹത്തിൻ്റെ അനുഭവമാണ് ജാഗ്രത്. സൂക്ഷ്മദേഹത്തിൻ്റെ അനുഭവമാണ് സ്വപ്നം. അജ്ഞാനരൂപമായ കാരണദേഹത്തിൻ്റെ അനുഭവമാണ് സുഷുപ്തി അഥവാ ഗാഠനിദ്ര. ഈ 3 ദേഹങ്ങളുടെയും അനുഭവങ്ങൾ മാറി മാറി വരുമ്പോൾ ഞാൻ മാറുന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഈ ദേഹങ്ങളിൽ നിന്നൊക്കെ ഭിന്നനും സ്വതന്ത്രനും ആണെന്ന് തെളിയുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ താപത്രയ വിനിർമുക്തനുമാണ്. ദുഃഖങ്ങളെല്ലാം ജഡദേഹങ്ങളെ ആസ്പദമാക്കി ഉണ്ടാകുന്ന ഭ്രമാനുഭവങ്ങളാണ്. ശുദ്ധാനന്ദ സ്വരൂപമായ ബോധത്തിനെങ്ങനെയാണ് ദുഃഖം വരിക? സ്ഥൂലദേഹത്തിനുണ്ടാകുന്ന രോഗാദി പീഡകളും സഹജീവികളിലും പഞ്ചഭൂതങ്ങളിലും നിന്നുണ്ടാകുന്ന ഉപദ്രവങ്ങളുമാണ് ആദിഭൗതിക ദുഃഖം. സൂക്ഷ്മദേഹമാകുന്ന മനസ്സിനുണ്ടാകുന്ന വിഭ്രാന്തികളാണ് ആധ്യാത്മിക ദുഃഖം. യാദൃച്ഛികമായുണ്ടാകുന്ന അപകടങ്ങളും മറ്റുമാണ് ആദിദൈവിക ദുഃഖം. അജ്ഞാനമാകുന്ന കാരണ ശരീരമാണ് ഈ ദുഃഖങ്ങൾക്കെല്ലാം മൂലകാരണം. ഞാൻ ദേഹങ്ങളല്ലെന്ന് തെളിഞ്ഞാൽ പിന്നെ ഈ ദുഃഖങ്ങൾക്കെന്താണ് പ്രസക്തി? ഇക്കാര്യങ്ങളെല്ലാം ബ്രഹ്മാനുഭവം ആഗ്രഹിക്കുന്നയാൾ ശ്രദ്ധയോടെ മനനം ചെയ്തുറപ്പിക്കേണ്ടതാണ്. ഇതുവരെ പറഞ്ഞ അനുസന്ധാന ക്രമത്തിന് ഉറപ്പുവരുത്തുവാനായി വേദാന്തത്തിലെ പ്രധാന സിദ്ധാന്തങ്ങൾ അടുത്ത 4 പദ്യങ്ങളിൽ പെരുമ്പറയടിച്ച് ഘോഷിച്ചിരിക്കുകയാണ് ആചാര്യപാദർ. ദൃഗ്ദൃശ്യൗ ദ്വൗ പദാർത്ഥൗ സ്തഃ പരസ്പര വിലക്ഷണൗ ദൃഗ്ബ്രഹ്മ ദൃശ്യം മായേതി സർവവേദാന്തഡിണ്ടിമഃ. ദൃഗ്ദൃശ്യൗ അനുഭവരൂപമായ ഈ പ്രപഞ്ചത്തിൽ കാണുന്നവനെന്നും കാണപ്പെടുന്ന കാഴ്ചകളെന്നും ദ്വൗ പദാർത്ഥൗ സ്തഃ 2 പദാർത്ഥങ്ങളേയുള്ളൂ. പരസ്പര വിലക്ഷണവും അവ രണ്ടും തികച്ചും അന്യോന്യം ഭിന്നങ്ങളാണ്.
ദൃഗ് ബ്രഹ്മ, ഇവയിൽ കാണുന്നവനാണ് ബ്രഹ്മം. ദൃശ്യം മായ, കാണപ്പെടുന്ന കാഴ്ച യുക്തി പറയാനില്ലാത്ത വെറും ഭ്രമം. ഇത് വേദാന്ത ഡിണ്ടിമഹ. ഇപ്രകാരമാണ് എല്ലാ ഉപനിഷത്തുക്കളുടെയും പെരുമ്പറ ഘോഷം. അനുഭവരൂപമായ പ്രപഞ്ചത്തിൽ കാണുന്നവനെന്നും കാണപ്പെടുന്ന കാഴ്ചകളെന്നും രണ്ടേ രണ്ട് പദാർത്ഥങ്ങളേയുള്ളൂ. അവ രണ്ടും തികച്ചും അന്യോന്യം ഭിന്നങ്ങളാണ്. ഇവയിൽ കാണുന്നവനാണ് ബ്രഹ്മം, കാണപ്പെടുന്ന കാഴ്ച യുക്തി പറയാനില്ലാത്ത വെറും ഭ്രമം. ഇപ്രകാരമാണ് എല്ലാ ഉപനിഷത്തുക്കളുടെയും പെരുമ്പറ ഘോഷം. ഇത് സർവവേദാന്ത ഡിണ്ടിമഹ. ഇതാണ് എല്ലാ വേദാന്തങ്ങളുടെയും പെരുമ്പറ ഘോഷം. ഏത്? പ്രപഞ്ചം അനുഭവമാണ്. അനുഭവമില്ലാത്തിടത്ത് പ്രപഞ്ചമില്ല. എവിടെ ഏതനുഭവത്തെ വിശകലനം ചെയ്താലും അത് രണ്ടായി തിരിയും. അനുഭവിക്കുന്നയാൾ അഥവാ കാഴ്ചക്കാരൻ, അതാണ് ദൃക്. അനുഭവപ്പെടുന്ന കാഴ്ച, അതാണ് ദൃശ്യം. ഇവ രണ്ടും തികച്ചും പരസ്പര ഭിന്നങ്ങളാണ്. ബോധമാണ് ദൃക്, ജഡമാണ് ദൃശ്യം. ബോധം സ്വന്തം ഉണ്മയും മറ്റുള്ളവയുടെ ഉണ്മയും അനുഭവിക്കുന്ന വെളിച്ചമാണ്. ഒരിക്കൽ കൂടി വായിക്കാം. ബോധം സ്വന്തം ഉണ്മയും മറ്റുള്ളവയുടെ ഉണ്മയും അനുഭവിക്കുന്ന വെളിച്ചമാണ്. ജഡം സ്വന്തം ഉണ്മ പോലും അനുഭവിക്കാൻ കഴിവില്ലാത്ത ശൂന്യമായതുകൊണ്ട് ഇരുട്ടാണ്. ഉണ്ടാകാതെ മറയാതെ അനുഭവസ്ഥലത്തെവിടെയും ബോധമായി തന്നെ ആദ്യന്തം നിലനിൽക്കുന്ന വസ്തു ദൃക്. ഉണ്ടായി മറഞ്ഞ് മാറി മാറി വരുന്ന കാഴ്ചയാണ് ദൃശ്യം. ഇനി ഈ രണ്ടിൽ ഏതാണ് സത്യമെന്ന് ചിന്തിച്ചാൽ മതിയല്ലോ. ഇവയിൽ ബോധരൂപമായ ദൃക്കാണ് സത്യം. എന്തുകൊണ്ട്? സ്വയം ഉണ്ട് എന്നിങ്ങനെ ഉണ്മ അനുഭവിച്ചു പ്രകാശിക്കുന്ന വസ്തുവായതുകൊണ്ട്. ദൃക്കായ ബോധം കൈവിട്ടാൽ പിന്നെ ജഡമായ ദൃശ്യമില്ലേയില്ല. അതുകൊണ്ട് ജഡം അഥവാ ദൃശ്യം അസത്യം. നേരെ മറിച്ച് ജഡസങ്കല്പങ്ങളൊക്കെ വിടാമെങ്കിൽ ദൃക്കായ ബോധം ശുദ്ധാനന്ദ രൂപത്തിൽ അദ്വയമായി തെളിഞ്ഞ് വിളങ്ങുകയും ചെയ്യും. ചിരകാലമായി പരീക്ഷിച്ച് ഉറപ്പിക്കപ്പെടുന്ന വസ്തുതയാണിത്. ഇങ്ങനെ ദൃക്കായതുകൊണ്ട് ബോധം തന്നെയാണ് ഉപനിഷത്ത് പ്രസിദ്ധമായ ബ്രഹ്മം. ബോധത്തിൽ നിന്ന് വേർപെട്ടാൽ ശുദ്ധശൂന്യമായി തീരുന്ന ജഡ അനുഭവം യുക്തിയൊന്നുമില്ലാതെ ബോധത്തിൽ അനുഭവപ്പെടുന്ന ഭ്രമം. ബോധത്തിൽ നിന്ന് വേർപെട്ടാൽ ശുദ്ധശൂന്യമായി തീരുന്ന ജഡാനുഭവം യുക്തിയൊന്നുമില്ലാതെ ബോധത്തിൽ അനുഭവപ്പെടുന്ന ഭ്രമം. അതുതന്നെയാണ് മായ. യുക്തി പറയാനില്ലാത്ത കാഴ്ചയാണ് മായ, മരുഭൂമിയിലെ കാനൽ ജലം പോലെ. ഇത്രയുമാണ് എല്ലാ ഉപനിഷത്തുക്കളുടെയും പെരുമ്പറ ഘോഷം. എന്താണ് ഇതിന് പെരുമ്പറ ഘോഷമെന്ന് പറയാൻ കാരണം? ഇതിൽ കവിഞ്ഞൊരു സത്യം ഇനി ഒരിക്കലും ആരും കണ്ടുപിടിക്കാൻ പോകുന്നില്ല എന്ന ഉറപ്പു തന്നെയാണ് ഇതിന് ഹേതു. അല്പം ചിന്താശക്തിയുള്ള ആർക്കും ഇത് വേഗം തെളിഞ്ഞു കിട്ടും. ഇനി കരുത്തുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ യുക്തിപൂർവം ഇത് തെറ്റാണെന്ന് തെളിയിക്കട്ടെ എന്ന വിനയപൂർവമായ ഒരു വെല്ലുവിളിയും ഈ പെരുമ്പറ ഘോഷത്തിൻ്റെ പിന്നിലുണ്ടെന്നോർക്കണം. ഇനിയും അതുകൊണ്ടൊരു സത്യാന്വേഷി വ്യക്തമായും എന്തനുഷ്ഠിക്കണമെന്ന കാര്യമാണ് 18-ാം പദ്യം പെരുമ്പറ ഘോഷത്തിലൂടെ വെളിപ്പെടുത്തുന്നത്. അഹം സാക്ഷീതിയോ വിദ്യാത് വിവിച്യൈവം പുനഃ പുനഃ സയേവ മുക്തസ്സോ വിദ്യാനിധി വേദാന്തഡിണ്ടിമഃ യ ഏവം വിചിത്യ. ആരാണോ ഇപ്രകാരം ദൃഗ്ദൃശ്യഭാവം നല്ലവണ്ണം വേർതിരിച്ച് വിചിന്തനം ചെയ്ത് പുനഃ പുനഃ വീണ്ടും വീണ്ടും അഹം സാക്ഷി ഇതി വിദ്യാത് ഞാൻ സാക്ഷിമാത്രനാണെന്ന് അനുസന്ധാനം ചെയ്തുറപ്പിക്കുന്നത് സഹ ഏവ മുക്തഃ അവൻ തന്നെയാണ് മുക്തൻ. സഹ വിദ്വാൻ അവനാണ് സത്യമറിയുന്നവൻ. ഇതി വേദാന്തഡിണ്ടിമഃ എന്നത്രേ ഉപനിഷത്തിൻ്റെ പെരുമ്പറ ഘോഷം. ആരാണോ ഇപ്രകാരം ദൃഗ്ദൃശ്യഭാവം നല്ലവണ്ണം വേർതിരിച്ച് വിചിന്തനം ചെയ്ത് വീണ്ടും വീണ്ടും ഞാൻ സാക്ഷി മാത്രമാണെന്ന് അനുസന്ധാനം ചെയ്തുറപ്പിക്കുന്നത് അവൻ തന്നെയാണ് മുക്തൻ, അവനാണ് സത്യമറിയുന്നവൻ എന്നത്രേ വേദാന്തത്തിൻ്റെ പെരുമ്പറ ഘോഷം. ഇത് വേദാന്തഡിണ്ടിമഃ. ഇതാണ്
വേദാന്തത്തിൻ്റെ പെരുമ്പറ ഘോഷം. ഏത്? അവനാണ് മുക്തൻ, അവനാണ് സത്യമറിയുന്നവൻ എന്ന്. ആര്? ഈ ജഗത്തിൽ ഞാൻ സാക്ഷിമാത്രനാണെന്ന്, ഈ ജഗത്തിൽ ഞാൻ സാക്ഷിമാത്രനാണെന്ന് ആവർത്തിച്ച് അനുസന്ധാനം ചെയ്തുറപ്പിക്കുന്നവൻ. എന്താണ് ഇതിൻ്റെ താത്പര്യം? ഞാൻ സ്വതവേ ആനന്ദസ്വരൂപമായ ബോധമാണ്. ഈ ജഡദൃശ്യങ്ങൾക്കൊന്നും എന്നെ കളങ്കപ്പെടുത്താനേ സാധ്യമല്ല. എൻ്റെ സാന്നിധ്യത്തിൽ അവ ഉള്ളതുപോലെ തോന്നുന്നു എന്നതു ശരി തന്നെ. ഒരു സ്ക്രീനിൽ കൂടി ചിത്രങ്ങൾ കടന്നു പോകുന്നത് പോലെയാണ് അവയുടെ വരവും പോക്കും. ചിത്രം സ്ക്രീനിനെ കളങ്കപ്പെടുത്തുന്നില്ലല്ലോ. ദൃഗ്ദൃശ്യ വിചാരം ഈ സാക്ഷിഭാവ മനനത്തിന് അത്യന്തം സഹായിക്കും. ഇങ്ങനെ മനന അനുസന്ധാനങ്ങൾ തുടർന്നാൽ ചിത്തത്തിൽ നിസ്സംഗഭാവം ഉറപ്പുവരും. അതോടെ ഞാൻ, എൻ്റേത് എന്ന് തുടങ്ങിയ അഹന്ത മമത ഭാവങ്ങൾ വിട്ടുപോകും. നിസ്സംഗത്വം നിശ്ചലതത്വത്തിൻ്റെ അനുഭവത്തിന് വഴി തെളിക്കും. അങ്ങനെ ഞാനും ജഗത്തും ബ്രഹ്മമയമാണെന്ന് അനുഭവിച്ചറിയാൻ കഴിയുന്നതോടെ ഒരുവൻ സത്യദർശിയും മുക്തനുമായി ഭവിക്കുന്നു. സത്യദർശനമെന്ന ജ്ഞാനം കൊണ്ടല്ലാതെ മുക്തി സാധ്യമല്ല. ഇതാണ് ഉപനിഷത്തിൻ്റെ പെരുമ്പറ ഘോഷം. സകലതും ഒന്നെന്നനുഭവിക്കുന്ന ഏകത്വ ദർശനമാണ് സത്യദർശനം. ഉപനിഷത്തിൻ്റെ തന്നെ പെരുമ്പറ ഘോഷമാണിതും. ഇക്കാര്യമാണ് 19ാം പദ്യം വിവരിക്കുന്നത്. ഘടകുഡ്യാദികം സർവം മൃത്തികാമാത്രമേവ ച തദ്വദ് ബ്രഹ്മ ജഗത് സർവം ഇതി വേദാന്തഡിണ്ടിമഃ. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.